അയ്യ വണക്കം. കഴിഞ്ഞ ദിവസം ഒരു ആത്മഹത്യ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അനന്തു എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ആത്മഹത്യ ചെയ്തത്. കുട്ടിയൊന്നുമില്ല, 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇയാൾ ആത്മഹത്യ ചെയ്തപ്പോൾ ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ ഇയാളുടെ ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതിയിടുകയുണ്ടായി. ഈ ആത്മഹത്യക്കുറിപ്പിനകത്ത് RSSനെ അറഞ്ചം പുറഞ്ചം തെറി വിളിച്ചുകൊണ്ടാണ് ഇയാൾ എൻ്റെ മരണത്തിന് കാരണം ആരുമല്ല, എങ്കിലും എനിക്ക് ഇന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത്. അതിനകത്ത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് RSSനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ സുഡാപ്പി ചാനലടക്കം ചാടി ഇറങ്ങി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇതുവരെ അടുപ്പുകൂട്ടി അമാരി ചർച്ചയ്ക്ക് ഇരുന്നില്ല. അതിനുള്ളൊരു സ്കോപ്പ് അതിനകത്ത് കണ്ടില്ല. കാരണം ഇത് വായിക്കുന്ന ഈ ആത്മഹത്യക്കുറിപ്പ് വായിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിനകത്ത് ഒരുപാട് അപാകതകളുണ്ട്. ഞാൻ ഈ സാധനം വായിച്ചപ്പോൾ ഒരുപാട് അപാകതകൾ എനിക്ക് തോന്നിയെങ്കിൽ പോലും ഞാനിപ്പോൾ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു അന്വേഷണം വേണം. ഇത് RSS ശാഖയിൽ നടന്നു എന്ന് പറഞ്ഞാണ് ഇയാൾ പറയുന്നത്. യഥാർത്ഥത്തിൽ RSS ശാഖയിൽ വെച്ച് 4-ാമത്തെ വയസ്സിൽ ഇയാൾ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ 4-ാമത്തെ വയസ്സിൽ RSS ശാഖയിൽ വെച്ച് ഇയാൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഈ RSS ശാഖ എന്ന് പറയുന്ന ഒരു സാധനം അത് നടത്തുന്നത് ഈ അടച്ചിട്ട മുറിയിലൊന്നുമല്ല, അത് ഒരു ഗ്രൗണ്ടിലാണ് നടത്തുന്നത്. അവിടെ ചിലപ്പോൾ ഒരു കെട്ടിടം പോലും കാണില്ല. ചിലപ്പോൾ അമ്പലത്തിൻ്റെ നടയിലായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും മൈതാനത്തായിരിക്കും, തുറന്ന സ്ഥലത്ത് മാത്രമേ ഇത് നടത്താറുള്ളൂ. സാധാരണ ജനങ്ങൾക്ക് അതുവഴി ഇതുവഴിയൊക്കെ പോകുമ്പോൾ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഞാൻ പലപ്പോഴും വണ്ടിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ RSSൻ്റെ ശാഖ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ പോലും RSSൻ്റെ ശാഖ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊരു സൈഡിൽ ഇങ്ങനെ നടക്കും. ആ ശാഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്, ഞാൻ അതുവഴി ഇതുവഴിയൊക്കെ പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര പോകുമ്പോഴും അവിടെയുള്ള ആൾക്കാർ അവിടെ ഇരുന്ന് ധ്യാനിക്കുകയാണ്, യോഗ ചെയ്യുകയാണ്, പിന്നെ കൂട്ടം കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്, കബഡി കളിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനകത്ത് AK-47 ബോംബ്, മെഷീൻ ഗണ്ണ്, മലപ്പുറം കത്തി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അതിഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ നടത്തുന്നത് എന്നൊക്കെയാണ് ഇവിടെയുള്ള പല സുഡാപ്പികളും പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നമുക്കത് ഞങ്ങൾ അവഗണിച്ച് വിടാം. അവരുടെ ലോകം, അവരുടെ പാരലൽ വേൾഡ്, അവരെന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമുക്കത് ഞങ്ങൾ അവഗണിച്ച് വിടാം. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന നല്ല മുസ്ലിംസ് നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇനി ഈ RSS എന്ന് പറയുന്ന ശാഖയിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കല്ലുകടിയുണ്ട്. കാരണം ഈ RSS ശാഖയിൽ വെച്ച് അങ്ങനെ ആർക്കും ആരെയും പീഡിപ്പിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പീഡിപ്പിക്കുകയാണെങ്കിൽ ഒരു പൊതുജനമധ്യത്തിൽ വെച്ച് പീഡിപ്പിക്കുന്നത് പോലെയാണ്. അത് 4 വയസ്സുള്ള ഒരു കുട്ടിയാണ് പീഡിപ്പിച്ചതെന്നാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും ഈ കാര്യത്തിൽ ഈ പുള്ളിക്കാരൻ ഈ പറഞ്ഞ ഈ കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണത്തിൽ വലിയൊരു അന്വേഷണം വേണമെന്ന് പറയുന്നത് ചുമ്മാ ആരോപണമൊന്നും ഉന്നയിച്ച് അങ്ങനെ പോകാനായിട്ട് പാടില്ല. ഇനി ഇത് പുള്ളി തന്നെ ഇട്ട പോസ്റ്റാണോ അല്ലെങ്കിൽ പുള്ളിയുടെ ഏതെങ്കിലും ബന്ധുക്കൾ സ്വത്തടിച്ചു മാറ്റാൻ ഇട്ട പോസ്റ്റാണോ എന്ന് നമുക്കൊരു ഡൗട്ട് പല ആൾക്കാരും പ്രകടിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. കാരണം പുള്ളിയുടെ സഹോദരിയെ കെട്ടിയിരിക്കുന്നത് മറ്റു മതസ്ഥനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ മതസ്ഥനായിട്ടുള്ളൊരു വ്യക്തിക്ക് ഞാൻ സ്വത്ത് പലതും എഴുതി കൊടുക്കുന്നു എന്നൊക്കെ പുള്ളി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ പുള്ളി പീഡിപ്പിച്ച ആളുടെ പേര് പുള്ളി എഴുതിയിട്ടില്ല. മരിക്കാൻ പോകുന്ന ഒരാൾ കൃത്യമായിട്ട് എൻ്റെ അളിയനായിട്ടുള്ള അൻസിലിന് ഞാൻ കാർ എഴുതി കൊടുക്കുന്നു, പക്ഷേ എന്നെ പീഡിപ്പിച്ച ആളുടെ പേര് ഞാൻ പറയില്ല, NM എന്നാണ് ഇട്ടിരിക്കുന്നത്, NM. ഇനി ഇത് കാണുമ്പോൾ നമ്മളെ സുഡാപ്പി ചാനൽ NM അത് തന്നെ ഏത് നരേന്ദ്രമോദി എന്നിങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അവന്മാർക്ക് ആ വിവരം മാത്രമേ ഉള്ളൂ. എന്ത് തന്നെയായിരുന്നാലും അപ്പോൾ ഇങ്ങനൊരു സംഭവത്തിലൂടെയാണ് കാര്യം കിടന്നത്. കാരണം ഇത് വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ട ഒരു സംഭവമാണ്. ഇത് അന്വേഷിക്കണം. ഇനി അങ്ങനെ എന്തെങ്കിലും പീഡനം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആരാണ് RSSകാരൻ? RSSകാരനെ കൃത്യമായിട്ട് വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ലെങ്കിൽ ഇതൊരു കറയായിട്ട് ഇങ്ങനെ കിടക്കും. അതാണ് ഈ സുഡാപ്പികളുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കാടടച്ച് വെടിവെക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ സദ്ഗുരു എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ അവിടെ ആനക്കുട്ടിൽ കയ്യേറിയിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറയുക. പക്ഷേ യഥാർത്ഥത്തിൽ അന്വേഷണത്തിൽ അതൊന്നും തെളിയുന്നുമില്ല. ഈ വാർത്തയ്ക്ക് കിട്ടുന്ന പ്രചാരണം ആ അന്വേഷണത്തിൽ തെളിയുന്നില്ല എന്ന് പറയുന്ന വാർത്തയില്ല, കോടതി വിധികൾക്കൊന്നും കിട്ടുന്നുമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യവന്മാർ പൊക്കി പിടിച്ചുകൊണ്ടുവന്ന വേറൊരു സംഭവമാണ് ധർമ്മസ്ഥല എന്ന് പറയുന്ന പ്രദേശത്ത് നൂറുകണക്കിന്, 100 ഒരു 10,000 കിട്ടും, ശരി, ഒരു 10,000 കുട്ടികളെ, സ്ത്രീകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കുഴിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞൊരു വേട്ടാവളിയെ രംഗത്തെത്തി. അയ്യോ, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അങ്ങ് പോകുന്നു ഇങ്ങ് പോകുന്നു, ഓടുന്നു, അവിടെ കിടന്ന് ലൈവ് ചെയ്യുന്നു, ഇരുന്ന് ലൈവ് ചെയ്യുന്നു, നടന്ന് ലൈവ് ചെയ്യുന്നു. സുഡാപ്പി ചാനലാണെങ്കിൽ നടത്താത്ത അധിക്ഷേപങ്ങളൊന്നുമില്ല. ആ ധർമ്മസ്ഥല എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ, യവന്മാർ പോയി ഉണ്ടാക്കിയ കണ്ടതുപോലെയാണ് യവന്മാർ അവിടെ കിടന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചക്കയാണ് മാങ്ങയാണ് തങ്ങയാണ്. അവസാനം അവിടെ വന്ന ഈ ആരോപണം ഉന്നയിച്ച ആൾ ഒരു തലയൊട്ടിയും കൊണ്ടാണ് വന്നത്. ആ ആരോപണം ഉന്നയിച്ച ആൾ ഒരു സ്ത്രീയുടെ തലയൊട്ടിയാണെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. എന്നിട്ട് ഈ ഫോറൻസിക്കിന് കൊടുത്തയച്ച് ഈ തലയൊട്ടി പരിശോധിക്കാനായിട്ട്. എന്നിട്ട് ഇവൻ പറഞ്ഞ 11 സ്ഥലങ്ങളും ഇവൻ പറയുന്ന സമയത്ത് പറയുന്ന ആഴത്തിൽ പറയുന്ന നേരം അത്രയും കുഴിച്ചു നോക്കി, JCB ഉപയോഗിച്ച് വരെ കുഴിച്ചു നോക്കി. നോക്കുക, ഒരു പരിപാവനമായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് ആലോചിച്ച് നോക്കണം. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം എന്ന് പറയുന്നത്. അതാണ് രാജ്യത്തിൻ്റെ സൗന്ദര്യം. കാരണം നിങ്ങൾ ചിന്തിച്ച് നോക്ക്, നാളെ ഞാൻ പറയുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രി ഇരിക്കുന്ന ആ കസേരയുടെ അടിയിൽ വരുണിനെ കുഴിച്ചിട്ടിട്ടുണ്ട്, ദൃശ്യത്തിലെ വരുണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള CPM എന്ത് പറയും?
അവൻ പോയി കുഴിച്ച് നോക്കട്ടെ. ഈ ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് പോകണം. മോനെ നീ പറഞ്ഞത് ഞങ്ങൾ ബഹുമാനിക്കുന്നു, പോലീസ് കുഴിക്കട്ടെ എന്ന് പറയില്ലല്ലോ. CPM-കാർ എൻ്റെ വീടും തീ വെച്ച് അടിയും തന്ന് തുണിയും കീറി എന്നെ എവിടെയെങ്കിലും ഓടിച്ചു വിടും. ഇതല്ല നടക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെയുള്ള ഭൂരിപക്ഷമായിട്ടുള്ളൊരു മതമായിട്ടുള്ളൊരു ഹിന്ദു മതത്തെ ഇത്രയധികം അധിക്ഷേപിച്ചിട്ടും അവിടെയുള്ള ഒരു കുപ്പിച്ചില്ല് പോലും അവിടെ പൊട്ടിയില്ല എന്നുള്ളതാണ്. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പള്ളിക്ക് നേരെയോ ചർച്ചിന് നേരെയാണോ ഈ ആരോപണങ്ങൾ വന്നിരുന്നെങ്കിൽ എന്തായാലും തന്നെ ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥ, സംഘപരിവാർ ഭീകരത അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. ശബരിമലയിൽ എന്താണ് നടക്കുന്നത്? പോട്ടെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറ സ്ഫോടക വസ്തു ഉപയോഗിച്ച് തുറക്കാൻ പറ്റുമോ എന്ന് വാർത്തകൾ വന്ന നാടാണിത്. അപ്പോഴും നമ്മളൊന്നും പറഞ്ഞില്ല. കാരണം ഈ B നിലവറ എന്ന് പറയുന്ന സാധനം അത് തുറക്കണം. അത് പത്മനാഭസ്വാമി കിടക്കുന്നതിൻ്റെ തൊട്ട് താഴെയാണ് ആ B നിലവറ വരുന്നത്, ആ വിഗ്രഹത്തിൻ്റെ തൊട്ട് താഴെ. അത് തുറക്കണം, എങ്ങനെയെങ്കിലും കമ്പിപ്പാര ഉപയോഗിച്ചാലും തുറക്കണം. അപ്പോഴും പറഞ്ഞില്ല. കാരണം ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് പോകണം. ധർമ്മസ്ഥലയിൽ ഒന്നും കിട്ടിയില്ലല്ലോ. ധർമ്മസ്ഥല എന്തായി? ധർമ്മസ്ഥലയിൽ അവസാനം മനാഫിനെ ATS പിടിച്ചുകൊണ്ട് പോയി. ഇതുവരെ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ മനാഫ് ഈ പോലീസ് വന്നപ്പോൾ, അവിടെ നിന്ന് പോലീസ് വന്നപ്പോൾ ഇവൻ്റെ ഇടിയും കൊടുത്ത് തുണിയും പറിച്ച് അവനെ എടുത്തുകൊണ്ട് പോകാൻ പോലീസ് വന്നപ്പോൾ എല്ലാവരും എൻ്റെ ചുറ്റിൽ നിൽക്കണമെന്ന് പറഞ്ഞ് കേരള പോലീസിനെ കൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് പോയത്. അതിനുശേഷം അവൻ്റെ അഡ്രസ്സേ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആരോപണം ഇങ്ങനെ ഉന്നയിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് തെളിയിക്കണം. അതുകൊണ്ട് ഈ ആരോപണവും തെളിയിക്കണം. ഇതാരാണ് ഈ പോസ്റ്റ് എഴുതിയത്? ഈ പുള്ളിക്കാരൻ്റെ പോസ്റ്റ് തന്നെയാണോ? ഇനിയിപ്പോൾ ഒരു കത്തിലാണ് ഇത് എഴുതിയെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കൈപ്പട വെച്ച് നമുക്കിത് കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുമായിരുന്നു. പല രീതികളുണ്ട് അത് കണ്ടെത്താനായിട്ട്. പക്ഷേ ഇത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ പൊരുത്തക്കേടുകൾ തോന്നും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പൊരുത്തക്കേട് തോന്നും. അതിൽ പുള്ളി പറയുന്ന ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ RSSൽ വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാനെന്നാണ് പുള്ളി പറയുന്നത്. എന്നിട്ട് പുള്ളി പറയുന്ന വാക്ക് ഇനീഷ്യൽ ട്രെയിനിങ് മീറ്റ്, ഇനീഷ്യൽ ട്രെയിനിങ് ക്യാമ്പ്, ഓഫീസേഴ്സ് ട്രെയിനിങ് മീറ്റ്, ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ്. ഇത് തീവ്രവാദ സംഘടനയല്ല RSS എന്ന് പറയുന്നത്. അവരങ്ങനെയൊന്നും പറയത്തുമില്ല, ശാഖ എന്ന് പറയും. ഇനി പീഡിപ്പിച്ചത് എവിടെ വെച്ചാണ് പീഡിപ്പിച്ചത്? ഇത് എന്നെ പീഡിപ്പിച്ചത് ഈ ശാഖയിൽ വെച്ചാണ്, അല്ലെങ്കിൽ കാര്യാലയത്തിൽ വെച്ചാണ് പീഡിപ്പിച്ചതെന്ന് പറയാം. അവിടെ വെച്ചും പീഡിപ്പിക്കാനുള്ള ഒരു സ്കോപ്പില്ല. കാരണം RSS ഇത്തരത്തിലുള്ളൊരു ആരോപണം കേൾക്കുന്നത് കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ്. രാജ്യത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. എന്തായാലും ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. 100 വർഷം തികഞ്ഞ് നിൽക്കുകയാണ്, അത് വേറൊരു കാര്യമാണ് RSSൻ്റെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ആരോപണം വരുന്നത്, ഒരാൾ മരിക്കുന്നത്, ഇത് കൃത്യമായിട്ട് മാധ്യമങ്ങൾ ടേക്ക് ഓവർ ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ പുള്ളി അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മതം വേറെയാണ്, എല്ലാവരും മനുഷ്യരാണ്, എൻ്റെ സഹോദരിയെ ഞാൻ വേറൊരു മതസ്ഥനെ കെട്ടിച്ചു കൊടുത്തു, ആ മതസ്ഥനെ ഞാൻ ഈ കാറ് സ്ത്രീധനമായിട്ട് കൊടുക്കുകയാണ്, ഞാൻ സ്ത്രീധനത്തിനെതിരാണ് എങ്കിലും ഞാൻ കൊടുക്കുകയാണ്, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പിന്നെ പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് OCD ഉണ്ട്. OCD എന്ന് പറയുന്നാൽ ഒരു അസുഖമാണ്. ആ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ആത്മഹത്യാ ടെൻഡൻസി OCD ഉള്ള ആൾക്കാർക്ക് വരും. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ OCDയിൽ കടന്നു പോകുന്നുണ്ട്. പക്ഷേ അതിന് വ്യക്തവും കൃത്യവുമായിട്ടുള്ള ചികിത്സയുണ്ട് എന്നുള്ളതാണ് ഈ അസുഖത്തിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത്. അതിന് ചികിത്സയുണ്ട്. ഈ അസുഖത്തിന് ചികിത്സയില്ലെങ്കിൽ അസുഖം ഏറ്റവും മോശപ്പെട്ട അസുഖമായിട്ട് മാറിയേനെ. പക്ഷേ അസുഖത്തിൻ്റെ ഒരു നല്ല വശം, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മോഹൻലാൽ പറയുന്നത് പോലെ, ലാലേട്ട എനിക്ക് നല്ല തലവേദനയാണ്, അപ്പോൾ മോഹൻലാൽ പറയും തലവേദനയൊക്കെ നമ്മൾ ആസ്വദിക്കേണ്ടേ മോനെ എന്ന് പറയുന്നത് പോലെ, ഒരു അസുഖം വരുമ്പോൾ ആ അസുഖത്തിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അത് മോശം വശങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അസുഖം കൂടുതൽ വേഴ്സ് ആവുകയുള്ളൂ. മനസ്സിനും അസുഖത്തിനും ഒരു കണക്ഷൻ കൂടെ ഉണ്ട് എന്ന് ഞാൻ ബേസിക്കലി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിനും അസുഖത്തിനും കൂടെ ഒരു ഇതുണ്ട്. ഒരു പനി വരുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ആ പനിയുടെ കാഠിന്യം കൂടുന്നത് അയ്യോ എനിക്ക് ഇടിച്ചു കിടക്കാൻ വയ്യേ എന്ന് തോന്നുമ്പോഴാണ് ആ പനിയുടെ കാഠിന്യം കൂടുന്നത്. മറിച്ച് ഇത് ശരീരത്തിന് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു പ്രക്രിയയാണ്. ഈ പ്രക്രിയ ഗുളിക കഴിച്ചാൽ മാറും, എൻ്റെ കാര്യങ്ങളൊക്കെ അതുപോലെ നടന്നു പോകുന്നു ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ആശ്വാസവും ഉന്മേഷവും കിട്ടും. അപ്പോൾ അതുപോലെയാണ് ഈ അസുഖത്തിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത്, ഇതിന് ചികിത്സയുണ്ട്. യോഗ, ധ്യാനം, നിദ്ര എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഈ അസുഖത്തിൻ്റെ ഒരു നല്ല വശമാണ്. അപ്പോൾ അതിലേക്ക് ഇതുവരെ എത്തി നോക്കാൻ സാധിക്കാത്ത ആൾക്കാർ ഈ അസുഖത്തിലൂടെ അതിലേക്ക് എത്തി നോക്കാൻ സാധിക്കുകയും ഈ അസുഖം ഏറെക്കുറെ പിടിച്ചു കെട്ടാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അസുഖമുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് വരുന്ന ആൾക്കാർക്ക് തങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നതായിട്ടും തങ്ങളെ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോകാൻ വരുന്നതായിട്ടും ഹാലൂസിനേഷനൊക്കെ വരും, നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് തോന്നും, ആത്മഹത്യാ ടെൻഡൻസികൾ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ അസുഖമുള്ള ആൾക്കാർക്ക് വരുമെന്നുള്ളതാണ്. അതിനകത്ത് വ്യക്തമായിട്ട് ഇയാളാണ് എഴുതിയതെങ്കിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് ഇങ്ങനൊരു അസുഖമുണ്ട്. ഇങ്ങനൊരു അസുഖമുള്ളത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ വളരെയധികം ഡിപ്രഷനിലുമാണ്. കാരണം ഈ അസുഖമുള്ളവരുടെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് ഡിപ്രഷൻ വരും ഈ അസുഖത്തിൻ്റെ. അപ്പോൾ ഡിപ്രഷനിലുമാണ്, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. പിന്നെ പുള്ളി എഴുതിയിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. അതിലൊരു പേരാണ് ഈ അൻസിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര്. സ്ത്രീധനം എഴുതി കൊടുക്കുകയാണ്. പോരാത്തതിന് എൻ്റെ ഗോൾഡ്, ഡിജിറ്റൽ ഗോൾഡ്, മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഇതെല്ലാം പിരിച്ചെടുത്തോളണം പല ആൾക്കാരും എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷേ തന്നെ പീഡിപ്പിച്ച വ്യക്തിയുടെ പേരെന്താണെന്ന് പോലും ഈ വ്യക്തി ഇതിനകത്ത് എഴുതിയിട്ടില്ല. ഒരാൾ മരിക്കാൻ പോകുന്ന ആൾക്ക് പീഡിപ്പിക്കുന്ന വ്യക്തിയുടെ പേരെഴുതിയാൽ എന്താണ്? അയാൾ ശിക്ഷിക്കപ്പെട്ട
ഭയപ്പെടണം എന്നാണ് ഇയാൾ ആ കത്തിലൂടെ പറയുന്നത്. ഇനി ഇങ്ങനെ ഒരാൾ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ RSSനെ അങ്ങും ഇങ്ങും അച്ഛൻ പുച്ഛൻ തെറി വിളിക്കുകയാണ്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, ഇതിലൊരു വശമെന്ന് പറയുന്നത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷിക്കണം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് പുറത്തു കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു കൊണ്ടുവരും. ആ ചെക്കൻ എങ്ങനെയാണ് മരിച്ചത്, ആ ചെക്കൻ വേറൊരു കാര്യം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ ഈ പോസ്റ്റ് ഇപ്പോൾ ഇടുന്നു, ഇതിന് ശേഷം ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഞാനല്ലായിരിക്കും ഇടുന്നത്. അതിൻ്റെ അർത്ഥം ഇയാളുടെ ഫോൺ പല ആൾക്കാർക്കും ആക്സസ് ചെയ്യാൻ കഴിയും എന്നുള്ളതല്ലേ. അതായത് എൻ്റെ ഒരു ഫോണുണ്ട്, എനിക്കൊരു ഫോണുണ്ട്. ഈ ഫോണ് ഞാൻ കൃത്യമായിട്ട് ലോക്കൊക്കെ ഇട്ട്, ഈ ലോക്കും പാസ്വേഡും ഒന്നും ആർക്കും അറിയത്തില്ല. ഇതിനി ആക്സസ് ചെയ്യണമെങ്കിൽ ഐഫോൺ ആണെങ്കിൽ കൃത്യമായിട്ട് ആപ്പിൾ സ്റ്റോറിൽ കൊണ്ട് കൊടുക്കണം. പിന്നെ അവിടെ അമേരിക്കയിലൊക്കെ വിളിച്ച് പറഞ്ഞ് അങ്ങനെയൊക്കെ ലോക്കൊക്കെ തുറക്കാനായിട്ട് പറ്റും. പോലീസിൻ്റെ കിട്ടിയാൽ പോലും പോലീസ് അമേരിക്കയിലോട്ട് വിളിക്കും. അതുകൊണ്ട് ഇത് തുറന്നു തരണം എന്ന് പറയും. അങ്ങനെയുള്ള സ്റ്റെപ്പ്. അപ്പോൾ എൻ്റെ ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ ആ ഐഫോൺ ആർക്കും തുറക്കാൻ പറ്റില്ല. ഇപ്പോൾ ആ ലോക്ക് അറിയാവുന്ന ആൾക്ക് മാത്രമേ തുറക്കാൻ പറ്റൂ. വേറെ ആർക്കെങ്കിലും ഇത് ലോക്ക് അറിയാമെങ്കിൽ അയാൾക്ക് തുറക്കാൻ പറ്റും. ഞാനൊരു ആത്മഹത്യാക്കുറിപ്പ് അതിനകത്ത് ഇടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ എഴുതി ചേർക്കുകയാണ്. ഈ പോസ്റ്റ് വന്നു കഴിഞ്ഞ ശേഷം പിന്നെ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് വേറെ ആരെങ്കിലും ഇട്ടതാണെന്ന് നിങ്ങൾ വിചാരിച്ചോളാം. അതിൻ്റെ അർത്ഥം ഇയാളുടെ ഫോണിൻ്റെ ആക്സസ്സും മറ്റു പലർക്കും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. പോരാത്തത് ഞാൻ RSSനെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. ഇതിൽ ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഈ യഥാർത്ഥത്തിൽ ഈ ആത്മഹത്യക്കുറിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു സ്വത്ത് ഭാഗം വയ്ക്കാനുള്ള ഒരു ഒസ്യത്ത് പോലെയാണ് യഥാർത്ഥത്തിൽ ഇരിക്കുന്നത്. പീഡിപ്പിച്ച ആളുടെ പേരില്ല, RSSനെ മുട്ടം തെറി. അതിനുശേഷം ഏറ്റവും താഴെ എൻ്റെ ഇന്ന മതസ്ഥരായിട്ടുള്ള അളിയന് കൊടുക്കുന്നു, അവർ മനുഷ്യരാണ്, മറ്റതാണ് മറിച്ചതെന്ന് പറഞ്ഞ് ഇങ്ങനൊരു നോട്ട് കൂടെ ഇതിൻ്റെ താഴെ ഉണ്ട് എന്നാണ് ഈ കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്നും RSS എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് പറഞ്ഞ ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഇത് വാക്കിൽ ഇത് ഒരു പോലീസിൻ്റെ കയ്യിലൊക്കെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പോലീസിന് ഒറ്റ നോട്ടിൽ ഇത് വായിക്കുമ്പോൾ തന്നെ പോലീസിന് മനസ്സിലാവും ഇതെന്താണ് കാര്യമെന്നും, ഇത് എഴുതിയതാണോ എഴുതിച്ചതാണോ, ഇത് പോസ്റ്റ് ചെയ്താണോ പോസ്റ്റ് ചെയ്യിപ്പിച്ചതാണോ, ഇതിൽ പറയുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ആദ്യം അവരെ വിളിച്ച് ചോദ്യം ചെയ്യാം എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള. കാരണം വീട്ടിനടുത്തുള്ള ഒരാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ പേരില്ല, പക്ഷേ സ്വത്ത് കൊടുക്കാനുള്ള ആൾക്കാരുടെ പേരെല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മതപരമായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. മതമല്ല മനുഷ്യനാണ് വലുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു നോട്ട് ഇതിനകത്ത് ഇടുന്നുണ്ട്. അങ്ങനെ ഇടേണ്ട ആവശ്യം എന്താണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും പോലീസ് ചിന്തിച്ചായിരിക്കും ഈ കാര്യത്തിൽ മുന്നോട്ട് നീങ്ങുക. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വിസ്മൃതിയിലാണ്ട് പോകരുത്. ഇത് കൃത്യമായിട്ട് അന്വേഷിക്കണം. അന്വേഷിച്ച് ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത്, അതിപ്പോൾ RSS ആയിരുന്നാലും SDP ആയിരുന്നാലും ഏത് ഗോത്താഴത്തുള്ളവരായിരുന്നാലും പിടിച്ച് രംഗത്ത് കൊണ്ടുവരണം, ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ശരി.